ഹലോ നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തനി നാടൻ രീതിയിൽ തയ്യാറാക്കിയ ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാചക രീതിയാണ് നമ്മളിവിടെ കാണിച്ചു തരുന്നത്. തനി നാടൻ വിഭവമായതുകൊണ്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കുന്നത്. കൂടെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടിയും ചേർക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റിന് ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് 1/2 കിലോ ചെമ്മീൻ തൊണ്ടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തവി വെച്ചിട്ടും മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇത് അരമണിക്കൂറായിട്ടുണ്ട്. ചെമ്മീനിൽ ഉപ്പും മുളകൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ഒരു പാൻ അടുപ്പിലോട്ട് വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നാടൻ പാചകം ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഈ റോസ്റ്റ് തയ്യാറാക്കാൻ കൂടുതൽ നല്ലത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഒരു വശം മൂത്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ 2 വശവും മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി അടുത്ത ട്രിപ്പും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ ട്രിപ്പും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതും വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ഇതാ ചെമ്മീനെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലോട്ട് വയ്ക്കാം. ഇതിലേക്ക് നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്ന വെളിച്ചെണ്ണയില്ലേ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ കുറച്ചേ ഉള്ളൂ, അപ്പോൾ കുറച്ച് നല്ല വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായി എരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായി എരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുമ്പോൾ ചെമ്മീൻ റോസ്റ്റിന് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. തേങ്ങാക്കൊത്ത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 20ഓളം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ് കേട്ടോ ഈ റോസ്റ്റിന് കൂടുതൽ സ്വാദ്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കൂടെ കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവോളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു തക്കാളി ചെറുതായി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് ഇതിൽ ഉടഞ്ഞ് ചേരണം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. തക്കാളിയൊക്കെ തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ തക്കാളിക്ക് നന്നായി വെന്ത് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് തീ കൂട്ടി വയ്ക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ആ ഗ്രേവിയൊക്കെ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെമ്മീനിലെ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ. കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നാടൻ വിഭവം ഇതുകൊണ്ട് കരിവേപ്പിലൊക്കെ എത്ര ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ ഗ്രേവിയൊക്കെ ചെമ്മീനിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചെമ്മീനിൽ ഗ്രേവിയൊക്കെ പൊതിഞ്ഞ് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല കൊതിപ്പിക്കുന്ന മണം വരുന്നുണ്ട് കേട്ടോ. നല്ല തിക്ക് ഗ്രേവിയാണ്. തേങ്ങാക്കൊത്തൊക്കെ ചേർത്തതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ചെമ്മീൻ റോസ്റ്റിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാൻ മറക്കരുത് കേട്ടോ. എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.